Hello my dear students, welcome back to MS Solution. ഇനി എന്താണ് വേറെ സൊല്യൂഷൻ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്തൊരു ക്വസ്റ്റ്യൻ അല്ലല്ലോ ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പൊതുവെ 6 മാർക്കിന് ചോദിക്കലുണ്ട്, വിത്ത് ആൻസർ ആണ് ചോദിക്കല്. അപ്പോൾ ആൻസറും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉത്തരം എഴുതാൻ അല്ലേ? ക്ലിയർ. അപ്പം നമ്മൾ ആരെ കണ്ടാലും ചോദിക്കാൻ പറ്റും, വെൽക്കം ടു ദി ഇൻട്രാക്ഷൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ അച്ചീവ്മെന്റ്? നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചും കുറച്ച് വാക്കുകൾ പറയാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങൾക്ക് അയാളുടെ ഐ ആം ബ്ലാ ബ്ലാ ബ്ലാ, ഞാൻ ഇന്ന ആളാണ്, അല്ല I got many awards like blah blah blah, അങ്ങനെ അച്ചീവ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ലിയർ. Then how can you reach in this position? നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റി? Because of my hard work I reached in this position. Because of my hard work അല്ലേ? എൻ്റെ ഹാർഡ് വർക്ക്, ഹോംവർക്ക് അല്ലട്ടത്, ഹാർഡ് വർക്ക് കാരണത്താലാണ് ഞാൻ ഈ പൊസിഷനിൽ എത്തിയത്. വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് യു ഫേസ്ഡ് ടു അച്ചീവ് ദിസ് പൊസിഷൻ? ഈ പൊസിഷൻ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്തെല്ലാം തടസ്സങ്ങളാണ് നേരിട്ട്? ഐ ഹാവ് ഫേസ്ഡ് മെനി ഒബ്സ്റ്റക്കിൾസ് അല്ലേ, ദാറ്റ് യു നോ ഐ വിൽ എക്സ്പ്ലെയിൻ ബാക്ക്. ഞാൻ പിന്നീട് പറയുന്നുണ്ട്, അങ്ങനെയും പറഞ്ഞു കൊടുക്കാൻ പറ്റും കേട്ടോ. ദെൻ വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ലീഡ് യു ഇൻ ടു ദിസ് പ്ലാൻ? ഈ പ്ലാനിലേക്ക് നീങ്ങാനുള്ള നിങ്ങളുടെ പ്രചോദനം എന്താണ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണോ ആ ഇൻസ്പിറേഷൻ, മൈ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഗോയിങ് അല്ലെങ്കിൽ ലീഡിങ് ഇൻ ടു ദിസ് പ്ലാൻ, എൻ്റെ ഇൻസ്പിറേഷൻ എന്താണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി കൊടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ മോട്ടോക്ക് അനുസരിച്ചല്ലേ ഉണ്ടാവല്ലേ? ക്ലിയർ. നെക്സ്റ്റ്, ഹൗ ഡു യു ഫേസ് ദ ചലഞ്ചസ് ഇൻ യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിലുള്ള വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ നേരിടല്? വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ? വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യല്, അതിനെ ഫേസ് ചെയ്യലെന്ന്. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഐ ഹാവ് ലോട്ട്സ് ഓഫ് പ്ലാൻ ആൻഡ് ഐ വിൽ ടെൽ യു ബാക്ക്. എനിക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇയാൾക്ക് പറഞ്ഞു ഒരു നിർബന്ധം ഇല്ലല്ലോ കേട്ടോ. ദെൻ ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് യങ് ജനറേഷൻ? പുത്തൻ തലമുറക്ക് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ട്. എന്താണെന്നറിയോ? ആ മെസ്സേജ് ആണത്, നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. ട്രൈ ടു ബി ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ടു ബി ഗുഡ്. നല്ല ആളാവാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് സ്പ്രെഡ് ലവ് ഇൻ ദ വേൾഡ്. ലോകം മുഴുവൻ എന്ത് ചെയ്യുക? സ്നേഹം പരത്തുക. സ്പ്രെഡ് ലവ് ഇൻ ദ വേൾഡ് കേട്ടോ. ലോകം മുഴുവൻ എന്ത് ചെയ്യുക? നിങ്ങൾ സ്നേഹം പരത്തണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെസ്സേജ് ഇത് ആർക്കും കൊടുക്കാം കേട്ടോ. ദെൻ ഐ തിങ്ക് പീപ്പിൾ ഇങ്ങനെ ഒരുപാട് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് റീഡ് ഇറ്റ്, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഒന്ന് മാറി തരാം. ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, ആ ചോദ്യം ചോദിക്കുക, സെറ്റ് ആക്കുക. ബൈ.